നമുക്ക് ബാലിന്റെ ഗോമതിയുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ മുതൽ ചാനലിനകത്ത് ആരുടെയും കഥകളും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാണെങ്കിലും വൈകുന്നേരം മുതൽ കൃത്യസമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാവേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശ്രീദേവി ഫോൺ വിളിക്കുകയാണ് മീനാക്ഷിയെ. അങ്ങനെ മീനാക്ഷി ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോന്നു. ഗോമതിക്കറിയാം ശ്രീദേവിയെ ഫോൺ വിളിക്കുന്നെന്നുള്ള കാര്യം. അതിന്റെ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഗോമതി കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുവില് മീനാക്ഷി ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ദേവിക്കാണ് സങ്കടം സഹിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ദേവി കരയാണ്. എന്താ ദേവി ചേച്ചി കരയുവാണോന്ന് ചോദിച്ചു. ഇല്ല മോളെ, എനിക്കറിയാം ദേവി ചേച്ചിയുടെ മനസ്സിൽ എത്രമാത്രം സങ്കടം ഉണ്ടെന്നറിയാം. എന്തിനു വേണ്ടിയാ ദേവി ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്തേ? ഒരു വാക്കെങ്കിലും എല്ലാം തുറന്നു പറയാൻ മേലായിരുന്നോ? നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു അകൽച്ചയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നല്ലോ. എന്ത് കാര്യം ഉണ്ടായാലും ദേവി ചേച്ചി ഇവിടെ പറയുന്നല്ലേ ഞങ്ങളോട്. നമ്മൾ കൂട്ടുകാരെ പോലെ ആയിരുന്നല്ലോ ഞാനും മിത്രയും ദേവി ചേച്ചിയൊക്കെ. എന്നിട്ട് ഇത്രയും വലിയൊരു കാര്യം മറച്ചു വെച്ച എന്തിനാ? അപ്പോഴേക്ക് ശ്രീദേവിക്ക് ഉത്തരം മുട്ടി. ശ്രീദേവി പിന്നീട് പറഞ്ഞു, അത് പിന്നെ മോളെ ഞാൻ ദേവി ചേച്ചി പറ, നേരത്തെ എന്തെങ്കിലും ചേച്ചി ഇങ്ങനെ പറയുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിലും ദേവി ചേച്ചിയുടെ സ്വത്തോ പണമൊന്നും ഇവിടെ ആരും മോഹിച്ചിട്ടില്ല. അമ്മയാണെങ്കിൽ പോലും അമ്മയുടെ സ്വഭാവം അറിയാലോ. ഒരിക്കലെങ്കിലും അമ്മ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ദേവി ചേച്ചി നേരത്തെ ഇത് പറയുമായിരുന്നെങ്കിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു. ഇപ്പൊ ദേവി ചേച്ചിക്ക് ഇവിടെ സന്തോഷമായിട്ട് കഴിയായിരുന്നു. അത് പിന്നെ മോളെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കള്ളങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നല്ല, തെറ്റ് ചെയ്തിട്ടുണ്ടോ. ഒരിക്കലും ഞാൻ ആനന്ദേണ്ണ ചതിക്കാൻ പാടില്ലായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരോടും തുറന്ന് പറയേണ്ടതായിരുന്നു. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, ശരിയാ, പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ കൂടുതൽ വഷളായല്ലേ. ആനന്ദേണ്ണ ദേവി ചേച്ചിയായിട്ട് ഡിവോഴ്സ് വേണമെന്നൊക്കെ പറയുന്നത് കേട്ടു. അതൊക്കെ ഓർത്തിട്ട് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. എത്ര സന്തോഷത്തോടു കൂടി പോയിക്കൊണ്ടിരുന്ന വീടാ, എത്ര പെട്ടെന്നാണെന്നറിയാവോ? അപ്പോഴേക്കും ദേവി പറഞ്ഞു, മോളെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ അവിടെ വന്ന് എല്ലാവരെയും കണ്ട് ഒന്നുകൂടെ കണ്ട് സംസാരിക്കുന്ന കരുതിയാ വന്നത്. ശരിക്കും എന്റെ വീട്ടുകാർ ഫോഴ്സ് ചെയ്തിട്ട് ഞാൻ വന്നല്ല. ഇവരുടെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സ്വഭാവം അറിയാലോ. അവരോരോന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം കള്ളത്തരത്തിലൂടെ ഞാൻ അങ്ങോട്ടേക്ക് വന്നേ. ഓരോ നിമിഷം ഞാൻ അവിടെ നിന്ന് നെഞ്ചുരുക്കി കത്തുമായിരുന്നു. എനിക്ക് സത്യങ്ങളൊക്കെ പറയണമെന്നുണ്ടേ പോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോഴേക്കും മീനു പറഞ്ഞു, അതെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ പറഞ്ഞാൽ പോലും ആരെങ്കിലും വിശ്വസിക്കോ? അതെ, അതെനിക്കറിയാം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഇനിയിപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ആരും അതൊന്നും അംഗീകരിക്കാനും പോകുന്നില്ല. എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരിക്കും. ഞാൻ പറയുന്ന കള്ളത്തരമാണെന്ന് അവർ വിശ്വസിക്കുള്ളൂ. അപ്പോഴേക്കും ദേവി പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ സംസാരിച്ചു നോക്കാം ആനന്ദേട്ടനോട്. പക്ഷെ സംസാരിച്ചുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല. വേണ്ട മോളെ, നീ സംസാരിച്ചാലും ആനന്ദേട്ടൻ ഒരിക്കലും എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്ന് തോന്നില്ല. ആനന്ദേട്ടൻ അത്രയ്ക്ക് ദേഷ്യമായിരുന്നു. ആ കുഞ്ഞൊരു പക്ഷെ എൻ്റെ വയറ്റിലുണ്ടായിരുന്നെങ്കിൽ, ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. കുഞ്ഞിനെ കരുതിയെങ്കിലും ആനന്ദേട്ടൻ എന്നെ കുറച്ചു കാലം കൂടെ അവിടെ നിർത്തിയാൽ അതിനുള്ള ഭാഗ്യം പോലും ദൈവം എനിക്ക് തന്നില്ല. ഒരു പക്ഷെ ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും എൻ്റെ കുഞ്ഞിനെ പോലും ദൈവം നേരത്തെ അങ്ങോട്ട് വിളിച്ചേ. അതും പറഞ്ഞിട്ട് ദേവി കരഞ്ഞപ്പോഴത്തേനും മീനു പറഞ്ഞു, ദേവി ചേച്ചി വിഷമിക്കാതിരിക്കുക, എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടോ നമുക്ക് നോക്കാം. പക്ഷെ ഇവിടെ അമ്മയാണെങ്കിലും ശരി, അതുപോലെ അച്ഛനാണെങ്കിലും ശരി, എല്ലാവരും നല്ല ദേഷ്യത്തിലാണ്. ദേവി ചേച്ചി കള്ളത്തരം പറഞ്ഞു, അതാണ് അവരെ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുത്തിയിരിക്കുന്ന കാര്യം. സമാധാനമായിട്ടിരിക്കുക. അങ്ങനെ കുറെ സമയം സംസാരിച്ചിട്ട് കോള് കട്ട് ചെയ്യുന്നേ. ആ സമയത്ത് ആനന്ദിന് ഭയങ്കര വിഷമമായിരുന്നു. വല്ലാത്തൊരു വിഷമമായിരുന്നു. ജോലിക്ക് പോലും പോകുന്നില്ല. ആനന്ദിന് എല്ലാവരും ഫേസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇനി ശ്രീദേവിയായിട്ട് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് തന്നെ നടക്കണം. അത് നടന്നാലോ ഒരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. അല്ല, എന്തിനാ അവളുമായിട്ടൊരു ജീവിതം? ഇങ്ങനെ രണ്ടായിട്ട് കഴിയാണ്ടൊരു ജീവിതത്തിന്റെ ആവശ്യമില്ലല്ലോ. ഉദയഭാനുവിനും ശ്രീകലയ്ക്കിട്ടും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പണിയാണ് ഡിവോഴ്സ്. ആ ഒരു ചിന്തയായിരുന്നു ആനന്ദിന്റെ മനസ്സിൽ. കൃഷ്ണമംഗലത്ത് അതേ ടെൻഷനോട് കൂടി ഒരാളുണ്ടായിരുന്നു, ധർമ്മന്. കാരണം ധർമ്മൻ അവിടെ ആർക്കെങ്കിലും ദേവമംഗലത്ത് ആർക്കെങ്കിലും ഒരു സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല. സ്വന്തം കൂടപ്പുറപ്പല്ലേ അവിടെ ഉള്ളത്. അപ്പൊ അതിൻ്റെതായ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒടുവിൽ ധർമ്മൻ ഒരു കാര്യം തീരുമാനിച്ചു, ആനന്ദിനെ കാണണം. അപ്പൊ ആനന്ദിന്റെ ജീവിതമാണ് നശിച്ചുകൊണ്ടിരിക്കണേ. ദേവിയുമായിട്ടുള്ള ആ പ്രശ്നം, ആനന്ദിനെ കണ്ടൊന്ന് സംസാരിക്കണം എന്നൊക്കെ ഒരു ചിന്തയുണ്ടായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സന്ധ്യയൊക്കെ ആകാൻ വേണ്ടി കാത്തിരുന്നു. അങ്ങനെ സന്ധ്യയായി കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആനന്ദിനെ പതുക്കെ വിളിക്കുകയാണ്. ആനന്ദിനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്ന് കാണണം, സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാ മാമ, ഞാനിവിടെ ഇരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ മുറ്റത്തേക്ക് വന്നു. ഈ സമയം ധർമ്മൻ എന്ത് ചെയ്തു, മതിലൊക്കെ ചാടിക്കടന്ന് അപ്പുറത്തെ ദേവമംഗലത്തിന്റെ മുറ്റത്തേക്ക് വന്നു. അവിടെ അവര് ഇത് സംസാരിക്കാനായിട്ട് തുടങ്ങി. അപ്പം ധർമ്മൻ അങ്ങോട്ടേക്ക് പോയ കാര്യം കൃഷ്ണമംഗലത്തുള്ള ആർക്കും അറിയത്തുണ്ടായിരുന്നില്ല.
ധർമ്മൻ ആനന്ദിനെ കണ്ട് സംസാരിക്കണം, അവനെ ഒന്ന് സമാധാനിപ്പിക്കണം എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദിനോട് പറഞ്ഞു, എടാ മോനെ, നീ വിഷമിക്കല്ലേ, നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട, നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും, ഞാനാ പറയണേ. ഏയ് ഇല്ല മാമ, ഇനി അങ്ങനെ ഒരു ജീവിതം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. മാമനോട് എനിക്ക് എങ്ങനെ ക്ഷമ ചോദിക്കണം എന്നറിയില്ല. എല്ലാം എൻ്റെ അമ്മായിച്ചെന്ന് പറഞ്ഞാൽ ഫ്രോഡ് കാരണമല്ലേ, അയാൾ കാരണമല്ലേ മാമന് വീട് വിട്ട് പോകേണ്ടവന്നേ. അതൊന്നും അല്ലടാ, ഞാനിവിടെ എടുത്തിയാട് തീരുമാനം എടുത്തു, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ആ സമയത്ത് അങ്ങനെ അളിയൻ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യം വെച്ചായിരുന്നു, പക്ഷെ ഞാനതൊന്നും കരുതിയില്ല, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഇറങ്ങിപ്പോന്നു. സാറില്ല, അതൊക്കെ പോട്ടെ. എടാ, ദേവിയുടെ നിന്റെ കാര്യങ്ങൾ എനിക്കറിയാം, എങ്ങനെയെങ്കിലും ദേവിനെ നീ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ നോക്ക്. അത് കേട്ടത് ആനന്ദ് പറഞ്ഞു, ഏയ് അതൊന്നും നടക്കില്ല മാമ, മാമൻ അറിയാലോ അവൾ എന്നോട് ചെയ്ത തെറ്റെന്താന്ന്. ഇത്രയും കാലം കള്ളത്തരങ്ങളൊക്കെ മറച്ചു വെച്ചു, പക്ഷെ എനിക്ക് ഇനി പറ്റില്ല, ഇനി അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചുകൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിക്കില്ല. അവള് കാരണമാണ് എൻ്റെ ജീവൻ നശിച്ചു പോയത്. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇത്രയും വേദനിക്കാൻ കാരണം അവൾ ഒറ്റയൊരുത്തിയാണ്. ഇത്രയും കാലം ഞാൻ എത്രമാത്രം വേദനിച്ചെന്നറിയാവോ. ഈ സങ്കടങ്ങളൊക്കെ മനസ്സിലിട്ട് പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥ ഞാൻ ഉരുകുമായിരുന്നു. അവളെ എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ട് വിടണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിനു മുമ്പ് അവളെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് എല്ലാവരും കൂടി തിരിച്ചു കൊണ്ടുവന്നു. അന്ന് എനിക്ക് സത്യങ്ങൾ പറയാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പം ദൈവമായിട്ട് എൻ്റെ സാഹചര്യം ഉണ്ടാക്കി തരുകയോ ചെയ്തേ. ശരിക്കും മാമനെ കാലെ പിടിച്ച് വേണമെങ്കിൽ ക്ഷമ പറയാൻ ഞാൻ, മാമൻ തിരികെ വീട്ടിലേക്ക് വരണം. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയണേ മാമ, നമ്മുടെ പഴയ സന്തോഷം തിരികെ വരണം. എടാ, പഴയ സന്തോഷം തിരികെ വരണമെങ്കിൽ നിനക്കും കൂടെ നല്ലൊരു ജീവിതം വേണ്ടേ, ദേവിയും കൂടെ വീട്ടിലേക്ക് വരണ്ടേ. അവളെ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അനന്തേ, പക്ഷെ ഒരു കാര്യമുണ്ട്, അത് അവളുടെ സാഹചര്യം കൊണ്ടാണെങ്കിലും അവൾ അങ്ങനെ ചെയ്തേ. നിനക്കത് ക്ഷമിക്കാൻ മേലെ. ക്ഷമിക്കാനാ അവളോടാ? നല്ല കഥയായി, അത് ഈ ജന്മത്തിൽ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭയങ്കര സങ്കടത്തോട് ധർമ്മം പറഞ്ഞു, എടാ അങ്ങനെ പറയരുത്, അവളൊരു തെറ്റ് ചെയ്തു, പക്ഷേ അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ചില കാര്യങ്ങളും കൂടെ നീ അറിയണമെന്ന് പറഞ്ഞു. എന്ത്? അല്ല, നിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടില്ല നിനക്ക്, അതെങ്ങനെയാന്ന് നിനക്ക് അറിയാവുന്ന ചോദിച്ചു. ശരിക്കും അത് ദേവിയുടെ കയ്യിലെ കുഴപ്പം കൊണ്ടല്ല, പിന്നീട് അലോക് അന്ന് വന്നതും ഉള്ള കാര്യങ്ങളെല്ലാം പറയണം. ശ്രീദേവിയെ പിടിച്ച് തള്ളിയതും വയറിടിച്ച് വീണതും എല്ലാം കൂടെ ഒരു നിമിഷം ആനന്ദം ഞെട്ടിപ്പോയി. എടാ, സത്യത്തിൽ അതാ സംഭവിച്ചേ. ദേവി എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? ആരോടും പറയരുതെന്ന് അവളോട് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവൾ നിന്നോട് പറയായിരുന്നേ, ആനന്ദിനോട് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വിഷയമാണെന്നറിയാം. അതുകൊണ്ട് നിന്നെ രക്ഷിക്കാനും കൂടെ കൂടിയിട്ടാടാ അവൾ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു. ആനന്ദിന് അതൊരു പുതിയ അറിവായിരുന്നു. ആനന്ദ് അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചത് പോലും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ സംസാരം കഴിഞ്ഞ് ധർമ്മന് മതിൽ ചാടിക്കടന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനുമാണ് അച്യുതൻ അവിടെ നിൽക്കുന്നത്. പെട്ടെന്ന് ധർമ്മൻ അങ്ങോട്ട് വരുന്നത് കണ്ടപ്പം അച്യുതൻ അങ്ങോട്ട് മാറിയിരുന്നു. ഓഹോ, അപ്പം ഇവന് ആരും കാണാതെ ദേവമംഗലത്ത് പോകുന്നുണ്ട്, അവരെ കണ്ട് സംസാരിക്കുന്നുണ്ട്, എന്നിട്ടോ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ കണ്ണി പൊടിയിട്ടിരിക്കുക. ഇവന്റെ പോക്ക് ശരിയാന്ന് തോന്നില്ല. ഇവൻ ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ വിവരങ്ങളൊക്കെ ചോർത്തി കൊടുക്കുക എന്നൊരു ചിന്ത അച്യുതന്റെ മനസ്സിലുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എന്താന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം, എത്ര ദിവസം ഇങ്ങനെ പോകുന്നു കാണാമല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പിന്നീട് ആര്യം വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് മിത്രയോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് അനുവിനെ വഴി തടഞ്ഞു നിർത്തി അലോക് സംസാരിച്ച കാര്യങ്ങളൊക്കെ എല്ലാം കേട്ടുകഴിഞ്ഞപ്പത്തിനും മിത്ര പറഞ്ഞു, അല്ല എന്നിട്ട് അനു എന്ത് പറഞ്ഞു? അവളെന്ത് പറയാനായിട്ട്? അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി കാണാനോ സംസാരിക്കാനൊന്നും പോയേക്കരുതെന്ന്. അല്ല ആര്യ, അത് പിന്നെ അവൻ എന്തേലും വേറെന്തേലും പറയാനാണോ? അവന് ഉപദ്രവിക്കാനൊന്നും ആയിരിക്കില്ല. എന്തിനാണെങ്കിലും ശരി, അനുവായിട്ട് ഇനി എങ്ങാനും മിണ്ടാൻ അവൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവനെ വെറുതെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും മിത്രയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അവൻ്റെ മാറ്റമൊന്നും താൻ അറിഞ്ഞതാണ്. അവന് നല്ല മാറ്റമുണ്ട്, പക്ഷെ അതിന് ഈ വീട്ടിലാരും അംഗീകരിക്കില്ല എന്നുള്ള കാര്യം മിത്രയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര എന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് മീനുവിനോട്. അതെ, ഇന്നലെ അലോകിന് അനുവിനെ കണ്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വഴി വെച്ചുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവിക്ക് ദേഷ്യം വന്നു. അല്ല, മീനുവിന് ദേഷ്യം വന്നു. മീനു പറഞ്ഞു, അവൻ എന്നാ കാണിക്കാനായിട്ടാ? അവൻ അനുവിനോട് ഇനി അവൻ എന്താ സംസാരിക്കാവളെ? അനുവിന്റെ ജീവിതം തല്ലിക്കെടുത്തിയതും പോരാ, ഇനി അവൻ വന്നിരിക്കുന്നു. മിത്ര പറഞ്ഞു, എനിക്ക് തോന്നുന്നേ മിക്കവാറും ആ ലോകം മാപ്പ് പറയാനോ അവന് ചിലപ്പോൾ വിഷമം ഉണ്ടായിട്ടായിരിക്കും. വിഷമോ അവനോ? അത് മീൻ ചേച്ചി, എനിക്ക് അങ്ങനെയാ തോന്നേ. അന്ന് ഞാൻ അവനെ ജയിലിൽ കാണാൻ പോയി കഴിഞ്ഞപ്പം എനിക്കത് മനസ്സിലായത് കാര്യമാണ്. പഴയ അലോകല്ല, അവന് നല്ല മാറ്റമുണ്ട്. ഒരു പക്ഷെ അവന് വേറെന്തെങ്കിലും ആയിരിക്കും അനുവിനോട് പറയാനുള്ളത്. വേറെന്ത് പറയാനായിട്ട്? അവൻ ചെയ്ത ക്രൂരതയൊക്കെ പോരെ? അതല്ല, ഒരു പക്ഷേ ക്ഷമ പറയാനും അതുപോലെ തന്നെ അവന്റെ മനസ്സിൽ വേറെന്തെങ്കിലും കാര്യം ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും അറിയത്തില്ലോ. അനുവിനോട് സംസാരിക്കാനായിട്ട് ആരും സമ്മതിച്ചുമില്ല. അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, അങ്ങനെയൊന്നും ആയിരിക്കില്ല, അവൻ പുതിയ തന്ത്രമായിട്ട് ഇറങ്ങിയിരിക്കുമായിരിക്കും.
മിത്രം എനിക്കങ്ങനെ തോന്നില്ല മീൻ ചേച്ചി. ഇപ്പോഴത്തെ അവന്റെ സ്വഭാവം വെച്ചിട്ട് അവൻ അങ്ങനെ ചതിക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവിക്കാനാന്ന് എനിക്ക് തോന്നില്ല. അവന്റെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അത് പറയാനാന്ന് എനിക്ക് തോന്നണേന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിനെ ഒന്ന് കൺവിൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.